ഞാൻ മുസ്തഫ ജമാൽ വെട്ടം. കൊക്കിന് വെച്ചത് കൊളക്കോഴിക്ക് കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ CPM നേതാവ് MA ബേബി വെച്ചത് ഇപ്പൊ അച്ഛനും മകനും ആണ് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇപ്പോൾ ആകെ പുലിവാലായിട്ടുള്ളത്. ഏതായാലും ലാവ്ലിൻ കേസ് അതിങ്ങനെ മാറി 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 ഇങ്ങനെ പോവുകയായിരുന്നു. BJPയുമായുള്ള ഒരു അന്തർധാര ആണ് എന്നുള്ളത് പ്രതിപക്ഷ പാർട്ടികളുടെ പല നേതാക്കന്മാരും വിളിച്ചു പറഞ്ഞിട്ട് പോലും അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പിണറായിയുടെ മകന് വിവേകിന് ED അയച്ച സമൻസ് അത് ലാവ്ലിൻ്റെ പേരിലാണ് അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും കളി മാറാൻ പോവുകയാണ് ഇവിടെ. ഏതായാലും കുടുങ്ങാൻ എല്ലാവരും കുടുങ്ങും. അച്ഛനും കുടുങ്ങും, മകനും കുടുങ്ങും, മകളും കുടുങ്ങും, ആരൊക്കെയുണ്ടോ എല്ലാവരും കുടുങ്ങും. കാണാം ഇവിടെ എന്താണ് വിവേകിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഒരു കെട്ടിച്ചമച്ച നോട്ടീസ് അയച്ചു നോക്കി, പക്ഷെ അനങ്ങുന്നില്ല. കാര്യം എന്താ? ആ നോട്ടീസ് തന്നെ അസംബന്ധ നോട്ടീസാണെന്ന് അവർക്ക് തന്നെ അംഗീകരിച്ചത് പിൻവലിക്കേണ്ടി വന്നു. ഇതല്ലേ നമ്മുടെ മുമ്പിൽ പച്ച പരമാർത്ഥമായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ യാതൊരു വസ്തുതയുമില്ല. ചില പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും കുറച്ചു കാലം വൈകുന്നേരം ചർച്ച നടത്താൻ ഒരു വിഷയമായിട്ട് ഇത് ഉപയോഗപ്പെടുത്താം. അതിനപ്പുറം ഇതിനകത്ത് യാതൊരു കാര്യം. ഇനി ഇതിന്റെ പേരിൽ സഖാക്കളൊന്നും എന്നെ തെറി പറയാനൊന്നും വരരുത്. കാരണം ഇത് വെളിപ്പെടുത്തിയത്, ഇത് പൂത്തിവെച്ചതായിരുന്നു. പക്ഷെ MA ബേബി തന്നെ ഇത് വെളിപ്പെടുത്തിയത് കാരണം ഇനി അദ്ദേഹം തന്നെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരും ചെയ്യും. ഇനി പാർട്ടിയിൽ ഈ കാര്യങ്ങളെ കുറിച്ചായിരിക്കില്ല ഇനി വലിയ ചർച്ച വരാൻ പോണത്. ആ ചർച്ച എങ്ങനെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാം.